Hi students, നമ്മുടെ CUET question paper discussion ആണ്. So question number 1, the domain of the function f of x is equal to 16 minus x square under the root is. നമ്മൾ domain set of all real numbers ആണ് നമ്മൾ domain ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യണമെങ്കിൽ 16 minus x square എന്ന് പറയുന്നത് greater than or equal to 0 ആയിരിക്കണം. So ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ 4 minus x into 4 plus x greater than or equal to 0 എന്ന് എഴുതണം. ഒരു മൈനസ് കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ x minus 4 into x plus 4 less than or equal to minus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. സോ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -4 എന്ന് കിട്ടും. ദറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ചോദ്യം. Question number 2, if f is equal to ordered pair 5, 2, 6, 3 and g is equal to 2, 5, 3, 6, then the range of f and g respectively. എഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2,3 ആണ്. ജിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 5,6 ആണ്. നമുക്ക് 5,6ഉം 2,3ഉം ജി ഓഫ് എഫ് ആൻഡ് ജി റെസ്പെക്റ്റീവ്ലി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എഫ് ആൻഡ് ജി റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞതുകൊണ്ട് എഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2,3 ആണ്. ജിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 5,6 ആണ്. അപ്പം 2, 3, 5, 6 എന്ന് വേണം പറയാൻ. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. The relation are defined on the set 1, 2, 3, 4, 5, 6 as a, b such that b is equal to a plus 1 is. b is equal to a plus 1 എന്ന് പറയുന്നത് ഒരു കാരണവശാലും റിഫ്ലെക്സീവ് അല്ല. കാരണം എ റിലേറ്റഡ് ടു എ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. സോ സിമ്മട്രിക് അല്ല. ഇത് ട്രാൻസിറ്റീവും അല്ല. സോ ക്ലിയർലി ദിസ് ഈസ് നൺ. ഒരിക്കലും എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി എന്ന് പറയാൻ പറ്റില്ല. 1 ആഡ് ചെയ്ത് പോലെ ഒരു രക്ഷയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. Let R be the relation on the set 1, 2, 3, 4 given by R is equal to 1, 2, 2, 2, 1, 1, 4, 4, 1, 3, 3, 2, 3, 3. റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണ് നോക്കേണ്ടത്. 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്. സോ റിഫ്ലെക്സീവായി. 1, 2 ഉണ്ട്, 2, 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ സിമെട്രിക് അല്ല. 1, 2 ഉണ്ട്, 2ൽ നിന്നും മറ്റെന്തെങ്കിലുമൊന്നും പറഞ്ഞിട്ടില്ല. 1, 3 വന്നിട്ട് 3, 2 ഉണ്ട്, 1, 2 ഉണ്ട്. സോ ഇത് ട്രാൻസിറ്റീവ് ആണ്. സോ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവുമാണ്, സിമെട്രിക് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. The function f from R to R defined by f of x is equal to x by x square plus 1 for every x belongs to R. അത് 1, 1 on to ആണ് നമ്മളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആറിൽ നിന്നും ആറിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, വളരെ ഓൺ ടു അല്ല. കാരണം ഇതിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് വരുന്നത്. അപ്പോൾ ഇത് -1/2നും 1/2നും ഇടയ്ക്കല്ലേ നമുക്ക് കിടക്കുന്നത്. -1/2നും 1/2നും ഇടയ്ക്ക് കിടന്നാൽ ഈ സംഗതിയുടെ വാല്യൂ ഒരിക്കലും 5ഓ 6ഓ ആവില്ല. ഇപ്പം ഞാൻ പറയട്ടെ. സോ എക്സ് നിങ്ങൾ പറയുന്ന പോലെ 1, 1 ചെക്ക് ചെയ്ത് തുടങ്ങാം. 1, 1 ചെക്ക് ചെയ്യാനായിട്ട് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എഴുതിയാൽ x1 ബൈ x1 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ, അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ x1 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു x2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. നമുക്കിതൊരിക്കലും x1 ഇസിക്കൽ x2 എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതായിരിക്കും എല്ലായ്പ്പോഴും, ശരിയല്ലേ? സോ ഡിനോമിനേറ്റർ വലുത് ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ അത് 1ൽ താഴെ കിടക്കത്തുള്ളൂ. അപ്പോൾ 1ന് മേളിലേക്ക് 5ഓ 6ഓ 7ഓ എന്ന് പറയുന്ന നമ്പറുകളൊന്നും ഇത് എടുക്കത്തില്ല. അപ്പോൾ പിന്നെ 5നും 6നും 7നും ഒക്കെ പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. പ്രീ ഇമേജ് ഇല്ലാതെ വരുമ്പോഴത്തേന് ഇത് ഓൺ ടു അല്ല. കാരണം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അതിൻ്റെ കോഡൊമൈൻ പറഞ്ഞിരിക്കുന്നത്. സോ അത് 1, 1ഉം അല്ല, അത് ഓൺ ടൂം അല്ല. 1, 1 ആയിരുന്നെങ്കിൽ എഫ് ഓഫ് x1 ഇസിക്കൽ എഫ് ഓഫ് x2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x1 ഇസിക്കൽ x2 എന്ന് കിട്ടേണ്ടതായിരുന്നു. അത് കിട്ടുമോ? അതില്ല. ഓക്കെ, അടുത്ത്. ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3. നമുക്ക് ടാൻ ഇൻവേഴ്സ് 1നെ ചാടി കയറി π/4 എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് 2നെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. പ്ലസ് ഇത് കോട്ട് ഇൻവേഴ്സ് 1/3 എന്ന് എഴുതാം. ദിസ് ഈക്വൽ ടു π/4 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 1/2നെ നമുക്ക് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. പ്ലസ് ഇത് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് π മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 3π/4 ആണ്. അല്ല, ക്ഷമിക്കണം, ഇത് 5π/4 ആണ്. മൈനസ് tan inverse of 1/2 plus 1/3 divided by 1 minus 1/2 into 1/3. That is equal to 5π/4 minus tan inverse of
ഇത് 5/6 അല്ലേ, ഡിവൈഡഡ് ബൈ 5/6 തന്നെ. 5/6 minus 5/6 that is equal to 5π/4 മൈനസ് ടാൻ ഇൻവേഴ്സ് പൈ 1 എന്ന് പറയുന്നത് π/4 കിട്ടും. ദാറ്റ് ഈസ് 4π/4 പൈ എന്ന് കിട്ടും. പൈ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 1. സിമ്പിൾ. അടുത്ത ചോദ്യം. ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1 മൈനസ് സൈൻ ഇൻവേഴ്സ് 1. ഈ കോസ് ഇൻവേഴ്സ് -1 എന്ന് പറയുന്നത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1 ആണ്. മൈനസ് സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് പൈ മൈനസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ്, ഇപ്പോൾ 1ൻ്റെ വാല്യൂ കൊടുത്ത് കണ്ടുപിടിക്കണമെന്നില്ല. കോസ് ഇൻവേഴ്സ് തീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് തീറ്റ π/2. പൈ മൈനസ് π/2 എന്ന് പറയുന്നത് π/2 എന്ന് കിട്ടും. π/2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ 5π/4 ആണ്. പിന്നെ നമുക്ക് പൈ പ്ലസ് π/4 എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഇത് സൈൻ പൈ പ്ലസ് π/4 എന്ന് പറയുന്നത് മൈനസ് സൈൻ π/4 ആണ്. സോ മൈനസ് വെളിയിൽ വരും. ദാറ്റ് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/4 എന്ന് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് മൈനസ് π/4 എന്ന് വരും. മൈനസ് π/4 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം. എ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ദെൻ 2 cos 2a എന്ന് പറയുന്നത്. cos 2a നമുക്ക് 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്ന എക്സ് ആണ്. സോ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആൻസർ ഓപ്ഷൻ 4 ഉണ്ട്. അടുത്ത ചോദ്യം. ടാൻ ഇൻവേഴ്സ് x/y. നമുക്ക് ടാൻ ഇൻവേഴ്സ് x/y ഒന്നും ചെയ്യണ്ട, അതങ്ങനെ തന്നെ കിടക്കട്ടെ. മൈനസ് ടാൻ ഇൻവേഴ്സ്, ഇതിൽ നമുക്കൊരു y കോമൺ എടുത്താൽ x കോമൺ എടുക്കാം. x കോമൺ എടുത്താൽ x ഇൻറ്റു 1 മൈനസ് y/x ഡിവൈഡഡ് ബൈ x കോമൺ എടുത്താൽ 1 പ്ലസ് y/x. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x/y മൈനസ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് y/x ബൈ 1 പ്ലസ് y/x. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x/y മൈനസ് ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ y/xന് നമുക്കൊരു ടാൻ തീറ്റ എന്ന് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ എന്ന് കിട്ടും. 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ എന്നൊക്കെ പറയുന്നത് ടാൻ ഇൻവേഴ്സ് x/y മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ π/4 മൈനസ് തീറ്റ. ശരിയല്ലേ പിള്ളേരെ? അതെ, ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x/y മൈനസ് π/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് y/x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x/y പ്ലസ് ടാൻ ഇൻവേഴ്സ് y/xനെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് x/y എന്ന് എഴുതാം. മൈനസ് π/4 ആണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് x പ്ലസ് കോട്ട് ഇൻവേഴ്സ് x എന്ന് പറയുന്നത് π/2. π/2 മൈനസ് π/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. π/4 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ചോദ്യം. A and B are two square matrices of order 3/3 which satisfies AB is equal to A. ഇവിടെ പിള്ളേർ AB is equal to A എന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പറയുന്നൊരു A കൊണ്ട് കൂടെ B കൊണ്ട് മൾട്ടിപ്ലൈ BAB എന്ത് കിട്ടും? BA എന്ന് കിട്ടും. ശരിയല്ലേ? B കൊണ്ട് മൾട്ടിപ്ലൈ. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. BA എന്ന് പറയുന്നത് B ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ BA എന്ന് പറയുന്നത് B ആ. B ഇൻറ്റു B ഈസ് ഈക്വൽ ടു B എന്ന് പറയുന്നത് B ആ. സോ B സ്ക്വയർ ഈസ് ഈക്വൽ ടു B എന്ന് കിട്ടും. ശരിയാണോ? ഇവിടുന്ന് A ആക്ട് ചെയ്താൽ ABA ഈസ് ഈക്വൽ ടു AB എന്ന് കിട്ടും. രണ്ട് സൈഡിൽ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ AB എന്ന് പറയുന്നത് A ആ. A ഇൻറ്റു A ഈസ് ഈക്വൽ ടു AB എന്ന് പറയുന്നത് A തന്നെ. സോ A സ്ക്വയർ ഈസ് ഈക്വൽ ടു A എന്ന് കിട്ടും. ശരിയാണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A പ്ലസ് B ദ ഹോൾ റൈസ് ടു 7 ആണ്. A പ്ലസ് B. A പ്ലസ് ബിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? നമുക്ക് A പ്ലസ് ബി നമുക്കിത് A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A സ്ക്വയർ പ്ലസ് AB പ്ലസ് BA പ്ലസ് B സ്ക്വയറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു A സ്ക്വയർ എന്ന് പറയുന്നത്
എ സ്ക്വയർ എന്ന് പറയുന്നത് എ തന്നെയാണ്. എ പ്ലസ് എ ബി എന്ന് പറയുന്നത് എ ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് ബി ആണ്, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി ആണ്. ദറ്റ് ഈസ് 2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. ആൻഡ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ദറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നാണ്. ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ നമുക്ക് ക്യൂബ് എന്ന് പറയുന്നത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേ പറ്റത്തുള്ളൂ കേട്ടോ. ദറ്റ് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എഴുതിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഞാൻ ചുമ്മാ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ദറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയറിനെ നമ്മൾ എ പ്ലസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ തന്നെ വേണം ചെയ്യാൻ. സോ എ സ്ക്വയർ ഇൻറ്റു എന്ന് പറയുന്നത് എ ക്യൂബാണ്, പ്ലസ് ഇത് എ ബി എ ആണ്. ദെൻ ഇത് ആദ്യത്തെ ടൈം വെച്ച് തന്നെ മൾട്ടിപ്ലൈ ആണ് അല്ലാതെ എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ്, ഇത് എ സ്ക്വയർ ബി പ്ലസ് എ ബി എ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് ബി എ ബി പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് എ അല്ലേ, അപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ എ തന്നെ വരും. എ സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറയുന്നത് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്, ഇത് എ ബി തന്നെ വരും. എ ബി എന്ന് പറയുന്നത് എ ആണ്, ദാറ്റ് ഈസ് എ സ്ക്വയർ എന്ന് തന്നെ വരും. എ ബി സ്ക്വയർ എ ബി തന്നെ വരും. ബി ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് എ തന്നെയാണ്, പ്ലസ് ബി എ എന്ന് പറയുന്നത് ബി തന്നെയാണ്, ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്, ബി സ്ക്വയർ എന്ന് വരും. പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി എ തന്നെയാണ്. ബി ക്യൂബ് എന്ന് പറയുന്നത് ബി സ്ക്വയർ ഇൻറ്റു എ ആണ്, ബി സ്ക്വയർ ബി ആണ്, ബി ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ തന്നെ വരും. ദറ്റ് ഈസ് എ പ്ലസ് എ ബി എന്ന് പറയുന്നത് എ ആണ്, എ സ്ക്വയർ എ ആണ്, എ ബി എ ആണ്, ബി എ എന്ന് പറയുന്നത് ബി ആണ്, ബി സ്ക്വയർ ബി ആണ്, ബി എ എന്ന് പറയുന്നത് ബി ആണ്, ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി തന്നെയാണ്. അപ്പോൾ 2 2 സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും, ശരിയല്ലേ? സോ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് 2 സ്ക്വയർ ആണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 2 ഇൻറ്റു ആണ്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 7 എന്ന് പറയുന്നത് 2 റേസ് ടു 6 ഇൻറ്റു എ പ്ലസ് ബി. 2 റേസ് ടു 6 എന്ന് പറയുന്നത് 64 ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 3. Determinant of A3, determinant of B -1 and determinant of C is equal to 2. Then 2 times ABC. നമുക്കതിനെ 2A ഇൻറ്റു ബി ഇൻറ്റു സി ഓവർ ഡിറ്റർമിനൻ്റ് കണ്ടാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 2A ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് സി എന്ന് കാണാം. ദറ്റ് ഈസ് 2 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനൻ്റ് കോമൺ എടുക്കുമ്പം അതിൻ്റെ ഓർഡർ വെച്ച് പവർ എടുക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എ, ഡിറ്റർമിനൻ്റ് ഓഫ് എ 3 ആണ്, ഡിറ്റർമിനൻ്റ് ഓഫ് ബി -1 ആണ്, ഡിറ്റർമിനൻ്റ് ഓഫ് സി എന്ന് പറയുന്നത് 2 ആണ്. 8 3 24 ഇൻറ്റു 2 -48, -48 എന്ന് വരും. -48 എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു -6 എന്ന് കിട്ടും. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ is equal to 2. Then determinant of adjoint of A inverse the whole inverse. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. സോ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻവേഴ്സ് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു n-1 ആണ്. സോ നമുക്ക് എ ഇൻവേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഓർ അഡ്ജോയിൻ്റ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു n-1 ആണ്. ദറ്റ് ഈസ് 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. അതുകൊണ്ടും കാര്യമായില്ല, നമുക്ക് ഇതിൻ്റെ ഹോൾ ഇൻവേഴ്സ് എടുക്കണം. ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ, ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 2 റേസ് ടു ഓർഡർ എത്രയാണ്? 3 - 1, 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 14. ഇഫ് എ ഈസ് എ റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a സച്ച് ദാറ്റ് എ സ്ക്വയർ പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 0. ദെൻ നമുക്ക് എ സ്ക്വയർ അപ്പോൾ എത്ര കിട്ടും പിള്ളേരെ? -i എന്ന് കിട്ടും, ശരിയാണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ബി എ മൈനസ് എ ബി. അതുകൊണ്ട് കാര്യമില്ല, ബി എ ഈസ് ഈക്വൽ ടു എ ബി ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഓപ്ഷനായി പോയി. എ ഈസ് ഓഫ് ഓഡ് ഓർഡർ, എ ഈസ് ഓഫ് ഈവൻ ഓർഡർ, അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്.
എയുടെ ഓർഡർ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു 3/3 ആണോ അതോ 2/2 ആണോ അങ്ങനത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. A² -i കിട്ടണമെങ്കിൽ തന്നെ എയുടെ ഓർഡർ എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം കേട്ടോ. റിസൾട്ട് പോലെയാണ്. സോ ഈവൻ തന്നെയാണ്. അടുത്തത് ഇഫ് എ ഈസ് ഈക്വൽ ടു നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ എ ഈസ് ഡയഗണൽ മെട്രിക്സ് അല്ല. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രം നോൺ സീറോ വരണം. അപ്പർ ട്രയാങ്കുലർ അല്ല, കാരണം താഴത്തെ എലമെൻറ്റ്സ് ഉണ്ട്. സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ നോക്കാനായിട്ട് ഞാൻ എ ട്രാൻസ്പോസ് എടുക്കും. എ ട്രാൻസ്പോസ് റോസും കോളം ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. 0 F G -F 0 H -G -H 0. എനിക്ക് കിട്ടിയത് 0. ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ് ആയിരുന്നു പോയി. 0 ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു പോയി. ദറ്റ് ഇസ് -a എന്ന് കിട്ടി. മീനിങ് ദറ്റ് ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, അടുത്ത ചോദ്യം. Relation R in the set 1, 2, 3, 4, 5, 6 as R is equal to set of all x, y such that y is divisible by xr. Reflexive. ഞാൻ ചോദിക്കട്ടെ, every number is divisible by that number. So ഇത് reflexive ആണ്. Then if A is divisible by B and if B is divisible by C, then obviously A is divisible by C. So clearly this is both A and B. Okay, അടുത്ത ചോദ്യം. So question number 17. The example of relation which are reflexive and transitive but not symmetric. നമുക്ക് കാണുമ്പോൾ അറിയാം അത് ഓപ്ഷൻ 1 റിഫ്ലെക്സീവ് ആണ്. A³ ≥ B³ എന്ന് പറയുന്നത് ഇപ്പോൾ A B കൊടുത്താൽ A³ ≥ A³ എന്ന് നമുക്ക് എഴുതാം, ഒരു കുഴപ്പമില്ല. ഇനി A³ ≥ B³ ആണെങ്കിൽ B³ ≥ A³ തിരിച്ചു പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ട്രാൻസിറ്റീവ് ആണ്. A³ ≥ B³ ആണ്. B³ എന്ന് പറയുന്നത് C³ വലുതാണെങ്കിൽ A³ എന്ന് പറയുന്നത് എന്തായാലും C³ വലുതായിരിക്കും. ഓക്കെ, സോ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവുമാണ്, പക്ഷേ സിമെട്രിക് അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. Question number 18. F from 1 to infinity, 1 infinity to 2 infinity is given by f of x is equal to x plus 1 by x, then f inverse x is equal to f inverse x കണ്ടുപിടിക്കാൻ നമ്മൾ y is equal to x plus 1 by x എന്ന് കൊടുക്കും. സോ xy is equal to x square plus 1 ആണ്. സോ x square minus xy plus 1 is equal to 0 എന്ന് കിട്ടും. സോ x is equal to minus b, that is 1 y plus or minus root of b square y square minus 4 into a into c divided by 2 into a എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു y പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് y സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ എഫ് ഇൻവേഴ്സ് എക്സ് നമ്മൾ എഴുതുന്നത് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ പ്ലസ് നമുക്കുണ്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2, ഓപ്ഷൻ 1. അടുത്ത ചോദ്യം. Let f from R to R be defined by f of x is equal to x square plus 1, then the pre-image of 17 is or R. നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1ന് 17 എന്ന് കൊടുക്കും. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ചോദ്യം. R is a relation on y given by R is equal to set of all x, y such that 4x plus 3y is equal to 20. Which of the following belongs to R? ആറിൽ വരുന്നത് നമ്മൾ സാറ്റിസ്ഫൈ എന്ന് നോക്കിയാൽ മതി. -4 × 4 16 പ്ലസ് 12 × 3 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ഇല്ല. 5 4 20 പ്ലസ് 0 ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ബാക്കി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്ഷൻ 2 ആണ്. A ക്രോസ് ബി അവർ തന്നിട്ടുണ്ട്. ബി ക്രോസ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ തിരിച്ചെഴുതിയാൽ മതി. 1A 5A 2A 1A 5A 2A 2B 5B 1B, ഓപ്ഷൻ 1 തന്നെ കിട്ടും. സിമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യം. Let A is equal to set 1 2 3. Which of the following is not an equivalence relation on I? ഇക്വലൻസ് റിലേഷൻ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വലൻസ് ആവണമെങ്കിൽ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കണം. ഇത് 1 1 2 2 3 3 ഉണ്ട്, 1 2 2 1 ഉണ്ട്. ഇത് റിഫ്ലെക്സീവും സിമെട്രിക് ട്രാൻസിറ്റീവ്. ഇത് ഇക്വലൻസ് റിലേഷൻ ആണ്. 1 1 2 2 3 3 2 3 ഉണ്ട്, 3 2 ഉണ്ട്, അതും അതെ. 1 1 2 2 3 3 1 2 2 1 ഉണ്ട്, 2 3 3 2 ഉണ്ട്. ഇതിൽ വേറെ സംഗതിയുണ്ട്. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ 1 3 ഇല്ല. ട്രാൻസിറ്റീവ് അല്ലല്ലോ. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ചോദ്യം. tan inverse 3 plus tan inverse x is equal to tan inverse 8, then x is equal to. നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കോട്ട് ഇൻവേഴ്സിലേക്ക് ഒന്നാക്കാം. കോട്ട് ഇൻവേഴ്സ് 1/3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, അല്ലെങ്കിൽ അത് ടാൻ ഇൻവേഴ്സിൽ തന്നെ കിടന്നോ, കുഴപ്പമില്ല അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/8. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/8 എന്ന് വിളിക്കാം. ഇത് പ്ലസ്, ഇത് ആക്ച്വലി മൈനസ് ആയി പോകുമായിരുന്നു. മൈനസ് ഓഫ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 മൈനസ് π/2 ക്യാൻസൽ ആയി പോകും. ഇത് ടാൻ ഇൻവേഴ്സ് 1/3
മൈനസ് ടാൻ ഇൻവേഴ്സ് 1/8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3 മൈനസ് 1/8 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/3 ഇൻറ്റു 1/8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇത് 5 ആണ് ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 5 ആണ്. 8 3 24 24 1 25 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സും ക്യാൻസൽ ആയിപ്പോയാൽ എക്സ് ഇസ് ഈക്വൽ ടു 5/25 ദാറ്റ് ഈസ് 1/5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം 24. ഇഫ് കോസ് ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു തീറ്റ ദെൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1/x എന്ന് കിട്ടി. ഒരു കൊച്ചു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചാൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ അഡ്ജസൻ സൈഡും ഇത് ഹൈപ്പോട്ടന്യൂസും ആണ്. ഇത് റൂട്ട് ഓഫ് x² - 1 കിട്ടും. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് റൂട്ട് ഓഫ് x² - 1 ഡിവൈഡഡ് ബൈ 1 ആണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് x². ടാൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x² - 1. ടാൻ തീറ്റ മതിയല്ലോ 2. ഓക്കെ, അടുത്ത ചോദ്യം 2 ടാൻ ഇൻവേഴ്സ് 1/3 എന്ന് പറയുന്നത് 2 ടാൻ ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു x ഡിവൈഡഡ് ബൈ 1 മൈനസ് x² ആണ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. This implies tan inverse 2/3 divided by 1 minus 1/9 plus tan inverse 1/7 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ tan inverse 2/3 ഇത് 8/9 വരും. 2/3 divided by 8/9 plus tan inverse 1/7. രണ്ട് ക്യാൻസൽ ആയിപ്പോട്ട് ഇവിടെ ഒരു 3 വരും, 4 വരും, 3/4. ടാൻ ഇൻവേഴ്സ് 3/4 3/4 അല്ലേ പിള്ളേർ? ഈ 3 മണ്ടക്കോട്ട് പോകും. ശരിയാ, 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 1/7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 21 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 28 ഡിവൈഡഡ് ബൈ 28 മൈനസ് 3 25/28 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് ഓപ്ഷൻ 4 π/4 എന്ന് കിട്ടും. അടുത്ത ചോദ്യം ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ കോട്ട് ഇൻവേഴ്സ് 2 ആൻഡ് കോട്ട് ഇൻവേഴ്സ് 3 ദെൻ ദ തേർഡ് ആംഗിൾ ഈസ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നതിനെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് 2 എന്ന് വിളിക്കാം. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നതിനെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് 3 എന്ന് വിളിക്കാം. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 1/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 ബൈ 5/6 അല്ലേ, 6 - 1. സോ 1 കിട്ടും. ദാറ്റ് ഈസ് π/4 എന്ന് കിട്ടും. സോ π മൈനസ് π/4 ദാറ്റ് ഈസ് 3π/4 ആണ് നമ്മുടെ ആൻസർ. തേർഡ് ആംഗിൾ. Question number 27. If star is defined by a star b is equal to a minus b square and plus is defined by a plus b is equal to a square plus b, where a and b are integers, then 3 plus 4 star 5. 3 plus 4 എന്ന് പറയുന്നത് 3 plus 4 എന്ന് പറയുന്നത് 3 square plus 4 ആണ്. 9 plus 4 എന്ന് വരും. That is equal to 13. ഇനി ഇത് 13 star 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. That is equal to 13 minus 5 square. That is equal to 13 minus 25 is equal to minus 12 എന്ന് കിട്ടും. ഓപ്ഷൻ 3 -12. അടുത്ത ചോദ്യം കോട്ട് ഓഫ് കോസ് ഇൻവേഴ്സ് 7/25. നമുക്ക് കോസ് ഇൻവേഴ്സ് 7/25 കോട്ടിലേക്ക് നാക്കിയാൽ മതി. ഇതിനെ തീറ്റ എന്ന് വിളിച്ചാൽ ഇതാണ് തീറ്റ എങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് 7/25 ആണ്. സോ 625 മൈനസ് 49 പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് 9 6 15 576 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 24 ആണ്. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ അല്ല കോട്ടാണല്ലോ വേണ്ട. സോ സോറി, കോട്ട് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻ സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. 7/24 എന്ന് കിട്ടും. 7/24 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം the principal value of sin inverse minus 3 √3/2 മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻവേഴ്സ്
√3/2 ആണ്. ദാറ്റ് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് പറയുന്നത് π/3 ആണ്. സൈൻ 60ക്കാണ് നമുക്ക് √3/2 കിട്ടുന്നത്. ഓക്കെ, സീക്ക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് കൊസീക് സ്ക്വയർ കോട്ട് ഇൻവേഴ്സ് 3 ഈസ് ഈക്വൽ ടു, നമുക്ക് സീക്ക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2നെ നമുക്ക് തീറ്റ എന്ന് വിളിച്ചാൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് 2 ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് √4 + 1 5 എന്ന് കിട്ടും. നമുക്കത് സീക്ക് തീറ്റ ആക്കണം. സീക്ക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡർ ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 1. സോ സീക്ക് സ്ക്വയർ എടുക്കുമ്പോഴത്തേന് അത് 5 എന്ന് കിട്ടും. പ്ലസ് അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് 3നെ നമ്മളൊരു 5 എന്ന് വിളിച്ചാൽ കോട്ട് 5 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. അതും ഇതുപോലെ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ഇതാണ് 5 എങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. ദിസ് ഇസ് √3² + 1 √10 എന്ന് കിട്ടും. നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് കൊസീക് സ്ക്വയർ ആണ്. സോ കൊസീക് 5 നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡർ ബൈ അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് സൈഡാണ്. സോ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. സോ ആൻസർ 15 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 31. Let R be a relation from set A to set B, then R is obviously a subset of A cross B. ശരിയല്ലേ? If R is a relation from a finite set A having m elements to a finite set B having n elements, then the number of relations from A to B. Number of relations from A to B എന്ന് പറയുന്നത് number of subsets of A cross B ആണ്. So 2n of A cross B ആണ്. That is equal to 2m into n ആണ്. ഇത് പ്രിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇത് 2m ആണ്. സോ ആൻസർ ഓപ്ഷൻ 1. Question number 33. If R is a relation on a finite set having n elements, then the number of relations on A. On A എന്ന് പറയുന്നത് 2n of A into n of A from A to A. That is 2n into n. That is 2n square. Okay, അടുത്ത ചോദ്യം. If R is equal to set of all A, B such that A plus B is equal to 4 is a relation on n, then R is obviously അത് റിഫ്ലെക്സീവ് അല്ല. A plus B is equal to 4 ആണെങ്കിൽ B plus A is equal to 4 അത് സിമെട്രിക് ആണ്. ഇത് നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ A plus B is equal to 4ഉം B plus A C is equal to 4ഉം ആണെങ്കിൽ A plus C is equal to 4 ആവുമോ? ഇല്ല. സോ ഇത് സിമെട്രിക് ആണ്, സിംപ്ലി സിമെട്രിക്. Question number 35. A is equal to set 1 2 3, then the relation R is equal to 1 1 2 2 3 1 1 3 is, അത് ഒബ്വിയസ്ലി 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഇല്ലാത്തതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. സോ അത് സിമെട്രിക് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 36. If tan of x plus y is equal to 33 and x is equal to tan inverse 3, then y is equal to tan x plus y നെ നമുക്ക് tan x plus tan y divided by 1 minus tan x into tan y എന്ന് വിളിക്കാം. സിക്കൽ 33 എന്നവർ തന്നിട്ടുണ്ട്. അവർ എക്സ് അവർ തന്നിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ടാൻ എക്സ് എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ വൈ സിക്കൽ 33 ആണ്. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് 3 പ്ലസ് ടാൻ വൈ ഈസ് ഈക്വൽ ടു 33 മൈനസ് 99 ടാൻ വൈ ആണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 100 ടാൻ വൈ ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. സോ ടാൻ വൈ ഈസ് ഈക്വൽ ടു 3/10 എന്ന് കിട്ടും. സോ വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/10. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം സൈൻ, ഇത് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 10. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിക്കേണ്ടതാണ്. π/2, 2π/2, 3π/2, 4π/2, 5π/2, 6π/2, 7π/2 വരയ്ക്കാം. -π/2 to π/2 വരെ
ഇത് y ഈസ് ഈക്വൽ ടു എക്സ്. സിക്സാഗ് അങ്ങ് വരച്ചാൽ മതി. ഇത് ആക്ച്വലി y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇത് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്, പ്ലസ് പൈ ചെയ്യണം കാരണം പൈയിലൂടെ പാസ് ചെയ്യണം. ഇത് y ഈസ് ഈക്വൽ ടു എക്സ് ആണ്, മൈനസ് 2π ചെയ്യണം. ഇത് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്, പ്ലസ് 3π ചെയ്യണം കാരണം 3πയിലൂടെ പാസ് ചെയ്യണം. നമുക്ക് വേണ്ടത് 10 അല്ലേ പിള്ളേരെ? 10 എന്ന് പറയുന്നത് 3πയ്ക്കും 7π/2 ഇടയ്ക്കല്ലേ 10. ഇത് 3 × 3.14 ആണ്. ദാറ്റ് ഈസ് 9 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. ഇതാണെങ്കിൽ 7 × 3.14 / 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 3 21/2 എന്ന് പറയുന്നത് 10 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. സോ ഇതിനിടയ്ക്കുള്ളതാണ് നമ്മുടെ 10. ഇവിടെയാണ് 10 വരുന്നത്. സോ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് മൈനസ് 10 + 3π ദാറ്റ് ഈസ് ഈക്വൽ ടു 3π - 10. ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞതാണ് 1 - x²/1 + x². ക്വസ്റ്റ്യൻ നമ്പർ 39. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഒബ്വിയസ്ലി സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് x ആണ്. റെസിപ്രോക്കൽ. ക്ലിയർ. ഇഫ് a1 a2 etc an+1 are in AP with common difference d, then tan inverse d divided by ഈ ഡിക്ക് പകരം നമുക്ക് a2 - a1 കൊടുക്കാം. ഇതിന് പകരം നമുക്ക് a3 - a1 കൊടുക്കാം. സോറി, a3 - a1 കൊടുക്കാൻ പറ്റില്ല, a3 - a2. ഈ ഡിക്ക് പകരം നമുക്ക് a4 - a3 കൊടുക്കാം. എക്സ്ട്രാ ഈ ഡിക്ക് പകരം നമുക്ക് an+1 - an കൊടുക്കാം. കൊടുത്താൽ അത് ടാൻ ഇൻവേഴ്സ് a2 - ടാൻ ഇൻവേഴ്സ് a1 എന്നാകും. പ്ലസ് ടാൻ ഇൻവേഴ്സ് a3 - ടാൻ ഇൻവേഴ്സ് a2 എന്നാകും. പ്ലസ് ടാൻ ഇൻവേഴ്സ് a4 - ടാൻ ഇൻവേഴ്സ് a3 എന്നാകും. പ്ലസ് എക്സ്ട്രാ പ്ലസ് ലാസ്റ്റ് ടാൻ ഇൻവേഴ്സ് an+1 - ടാൻ ഇൻവേഴ്സ് an എന്നാകും. a1 ക്യാൻസൽ ആയി പോകില്ല, a2 ക്യാൻസൽ ആയി പോവും, a3 ക്യാൻസൽ ആയി പോവും, എക്സെട്രാ an വരെ ക്യാൻസൽ ആയി പോവും. സോ ലാസ്റ്റത്തെ ടാൻ ഇൻവേഴ്സ് an+1 - ടാൻ ഇൻവേഴ്സ് a1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് an+1 - a1 ഡിവൈഡഡ് ബൈ 1 + a1 × an+1 എന്ന് കിട്ടും. n+1ൽ നിന്നും ഫസ്റ്റ് ടൈം n+1 ടൈംസിൽ നിന്നും a1 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേനും എത്ര ഡി വരും? n/d വരും. an+1 - a1 എന്ന് പറയുന്നത് n/d ആണ്. സോ ടാൻ ഇൻവേഴ്സ് n/d/a1 an+1 1+. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41. അവർ തന്നിരിക്കുന്ന AB ഈസ് ഈക്വൽ ടു B എന്നവർ തന്നിട്ടുണ്ട്. ആൻഡ് BA ഈസ് ഈക്വൽ ടു A എന്നവർ തന്നിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് നമുക്കൊരു B ആക്ട് ചെയ്താൽ BAB ഈസ് ഈക്വൽ ടു B² നമുക്ക് കിട്ടും. ഇവിടുന്ന് ഒരു A ആക്ട് ചെയ്താൽ ABA ഈസ് ഈക്വൽ ടു A² എന്ന് കിട്ടും. ഇതിൽ നമുക്ക് BA എന്ന് പറയുന്നത് A ആണ്. സോ AB ഈസ് ഈക്വൽ ടു B² എന്ന് കിട്ടും. AB എന്ന് പറയുന്നത് B ആണല്ലോ, B ഈസ് ഈക്വൽ ടു B² എന്ന് കിട്ടും. അതുപോലെ തന്നെ AB ഈസ് ഈക്വൽ ടു B ആണ്, BA ഈസ് ഈക്വൽ ടു A² എന്ന് കിട്ടും. BA എന്ന് പറയുന്നത് ഓൾറെഡി A ആണ്. സോ A ഈസ് ഈക്വൽ ടു A² എന്ന് കിട്ടും. നമുക്ക് A - B² എന്ന് കണ്ടുപിടിക്കാം. A - B² എന്ന് പറയുന്നത് A - B × A - B ആണ്. ദാറ്റ് ഈസ് A² - AB - BA + B² എന്ന് കിട്ടും. A² എന്ന് പറയുന്നത് A തന്നെയാണ്. -AB എന്ന് പറയുന്നത് B ആണ്. -BA എന്ന് പറയുന്നത് A ആണ്, BA A ആണ്. പ്ലസ് B² എന്ന് പറയുന്നത് B തന്നെ കിട്ടും. A - B - B ക്യാൻസൽ ആയി പോയിട്ട് 0 എന്ന് കിട്ടും. സോ A - B എന്ന് പറയുന്നൊരു നിൽ പൊട്ടൻറ്റ് മെട്രിക്സ് ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 42. Let A is equal to AJ is a scalar matrix of order n/n such that AI is equal to K for all I, then determinant of A is equal to. കണ്ടുപിടിക്കാനായിട്ട് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം K വരും, ബാക്കിയെല്ലാം എന്ത് പറ്റും? 0 ആയിപ്പോവും. സോ അത് K × K × എക്സ്ട്രാ × K എന്ന് കിട്ടും. ദറ്റ് ഈസ് K⁻n എന്നാണ്. സിംപ്ലി ഓപ്ഷൻ 4 K⁻n. ഓക്കെ, അടുത്തത് 43. If 1 - tan θ 1 × 1 tan θ - tan θ 1 the whole inverse is equal to A - B BA, then ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ഇതിൻ്റെ A എന്ന് വിളിച്ചാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് A എന്ന് പറയുന്നത് 1 + tan² θ ദാറ്റ് ഈസ് ഈക്വൽ ടു sec² θ എന്ന് കിട്ടും. മാത്രമല്ല A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ
അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് മെയിൻ ഡയഗണൽ രണ്ടും മാറ്റി എഴുതുക. ഇത് സൈൻ മാറ്റി എഴുതുക. ടാൻ തീറ്റ ഇവിടെ നെഗറ്റീവ് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ബൈ 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോട്ട് തീറ്റ വരും. ശരിയല്ലേ? ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഇത് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഇത് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഇത് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. സോ നമുക്ക് ഇതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 മൈനസ് ടാൻ തീറ്റ 1 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ഇത് കോസ് സ്ക്വയർ തീറ്റ. ഇത് ടാൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് വെട്ടിപ്പോയിട്ട് സൈൻ സ്ക്വയർ തീറ്റ വരും. സോ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് 2 തീറ്റയാണ്. 1 ഇൻറ്റു മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ കോസ് തീറ്റ തന്നെ. അത് മൈനസ് കോസ് 2 തീറ്റ എന്ന് വരും. ടാൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഇത് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. സൈൻ തീറ്റ കോസ് തീറ്റ അത് സൈൻ 2 തീറ്റ വരും. ടാൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ 1 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ അത് മൈനസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് വരും. ആദ്യത്തേത് 1 ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന പിള്ളേരെ ഇത് മൈനസ് ഫസ്റ്റ് റോ ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ് വരുമ്പോഴത്തേനും മൈനസ് സൈൻ 2 തീറ്റ അല്ലേ വരുന്നത്. അതെ, ഇത് സൈൻ 2 തീറ്റ ഇത് കോസ് 2 തീറ്റ അല്ലേ വരുന്നത്. ടാൻ തീറ്റ ഇൻറ്റു ഇത് നെഗറ്റീവ് 1 ഇൻറ്റു ഇത് പോസിറ്റീവ് അപ്പോൾ മൈനസ് കോസ് 2 തീറ്റ ആണ് വരുന്നത്. ശരിയല്ലേ? സോ എ ഈസ് ഈക്വൽ ടു കോസ് 2 തീറ്റ ഇല്ല, ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണല്ലോ. എ ഈസ് ഈക്വൽ ടു കോസ് 2 തീറ്റ ബി ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് കിട്ടും. ഓപ്ഷൻ 4. അടുത്ത് ഇഫ് എ ഈസ് ഈക്വൽ ടു എ ബി ബി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ആൽഫ ദെൻ നമുക്കിതൊന്ന് സ്ക്വയർ ചെയ്താൽ മതിയല്ലോ. എ ബി ബി എ ഇൻറ്റു എ ബി ബി എ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. ബീറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ എ ബി പ്ലസ് ബി എ 2ab. ആൽഫ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബീറ്റ ഈസ് ഈക്വൽ ടു 2ab എന്നും കിട്ടും. സിമ്പിൾ. അടുത്ത ചോദ്യം 45. ഇഫ് എ ഈസ് ഈക്വൽ ടു 1011 ദെൻ എ റേസ് ടു n. നമുക്ക് എ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാം പിള്ളേരെ. 1011 ഇൻറ്റു 1011 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 0 0 plus 0 0 1 into 0 0 into 1 then 1 into 1 1 1 into 1 1 2 1 into 0 0 ഇത് 1 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പം നമുക്ക് ഒരു ചെറിയ ഐറ്ററേഷൻ കിട്ടി. ദാറ്റ് ഈസ് എൻ എ. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ഓപ്ഷൻസിനകത്തും എന്നിന് 1 ഇട്ട് കൊടുത്ത് നോക്കുക. സോറി, എന്നിന് 1 അല്ല, എന്നിന് 2 ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ എ സ്ക്വയറിലെ കിട്ടിയത്. അപ്പം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ 2 ആണെന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം 46. x square plus x 3 2 plus 0 minus 1 minus x plus 1 x is equal to 0 minus 2 5 1 then x is equal to കറസ്പോണ്ടിങ്ങിൽ ഇക്വേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 കിട്ടും. എക്സ് മൈനസ് 1 എന്ന് കിട്ടും. പിന്നെ എക്സ് മൈനസ് 1 സിമ്പിൾ കഴിഞ്ഞു. സാറ്റിസ്ഫൈ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് നോക്കണേ. ഇവിടെ -1 3 -1 + 1 എന്ന് പറയുന്നത് -(-1) 1 + 1 അപ്പോൾ 5 കിട്ടും. അപ്പോൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 0 എന്ന് പറയുന്നതാണ് 0 എന്ന് കിട്ടിയത്. എക്സ് മൈനസ് 1 എന്ന് എക്സ് ഇസിക്കൽ ടു -1 എന്ന് ഒപ്പിച്ചത് ഇവിടെ നമുക്ക് എക്സ് പ്ലസ് -1 എക്സ് -1 ഇസിക്കൽ ടു -2 എന്ന് കിട്ടും. സോ എക്സ് ഇസിക്കൽ ടു -2 + 1 എന്ന് കിട്ടി, -1 എന്ന് കിട്ടുവാണ് കേട്ടോ. ഇത് ഇതിനകത്ത് തന്നെ ഒപ്പിച്ചാലും മതി. ഓക്കെ, അടുത്ത ചോദ്യം 47. ഇഫ് എ ഇസിക്കൽ ടു 1 2 3 ആൻഡ് ബി ഇസിക്കൽ ടു -5 4 0 0 2 -1 1 -3 2 ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കാരണം എന്താ? എയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/1 ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ആണ്.
ഈ നമ്പറും ഈ നമ്പറും സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. അതങ്ങനെ അല്ലാത്തടത്തോളം കാലം അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 48. ഇഫ് ഐ ഈസ് ഈക്വൽ ടു 1 0 0 1 ജെ തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന കോസ് തീറ്റ സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ദെൻ ബി ഈസ് ഈക്വൽ ടു, ബി എന്ന് പറയുന്നത് നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഫോമിലാണ് എഴുതാൻ പറ്റുന്നതെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഐ ഇൻറ്റു കോസ് തീറ്റ ഓപ്ഷൻ 1 നോക്കാം. സോ കോസ് തീറ്റ 0 0 കോസ് തീറ്റ എന്ന് കിട്ടും. പ്ലസ് ജെ ഇൻറ്റു സൈൻ തീറ്റ, ഇതിനെ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ 0 സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ 0. ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ കോസ് തീറ്റ പ്ലസ് 0 കോസ് തീറ്റ 0 പ്ലസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഓപ്ഷൻ 1 തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് അഡ്ജോയിൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാം. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ 0 0 0 1. പിന്നെ ഫസ്റ്റ് റോ ഒന്നുകൂടെ എടുത്ത് എഴുതുക. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ 0. ഇനി ഫസ്റ്റ് കോളം ഒന്നുകൂടെ എടുത്ത് എഴുതുക. കോസ് തീറ്റ സൈൻ തീറ്റ 0 കോസ് തീറ്റ സൈൻ തീറ്റ. സെക്കൻഡ് കോളം ഒന്നുകൂടെ എടുത്ത് എഴുതുക. മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ 0 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് 0 എന്ന് പറയുന്ന കോസ് തീറ്റ കിട്ടും. ഇതേ മൈനസ് ഇത് 0 മൈനസ് മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാകും. 0 മൈനസ് 0 എന്ന് പറയുന്നത് 0 കിട്ടും. അടുത്ത റോയിൽ 0 മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റയാകും. കോസ് തീറ്റ മൈനസ് 0 എന്ന് പറയുന്ന കോസ് തീറ്റ കിട്ടും. 0 മൈനസ് 0 എന്ന് പറയുന്നത് 0 ആകും. 0 മൈനസ് 0 എന്ന് പറയുന്നത് 0 ആകും. 0 മൈനസ് 0 എന്ന് പറയുന്നത് 0 ആകും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 കിട്ടും. ശരിയല്ലേ? നമുക്കത് എഴുതിയാൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0, ഇത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 താഴത്തോട്ടാകും. സൈൻ തീറ്റ കോസ് തീറ്റ 1 എന്ന് പറയുന്നത് സൈൻ തീറ്റ കോസ് തീറ്റ 1 താഴത്തോട്ടാകും. സോ നമുക്ക് എ ഡാഷ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ എ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -3 മൈനസ് -4 1 കിട്ടും. -3 ഇൻറ്റു അത് പ്ലസ് ആവില്ല, മൈനസ് ഓഫ് മൈനസ് 2 മൈനസ് 0 2 കിട്ടും. പ്ലസ് 4 ഇൻറ്റു -2 -0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 6 മൈനസ് 8 എന്ന് കിട്ടും. 3 പ്ലസ് 6 മൈനസ് 8 6 മൈനസ് 8 എന്ന് പറയുന്നത് -2, ഇത് 1 കിട്ടും. അഡ്ജോയിൻ്റ് ഓഫ് എ ഞാനിപ്പോൾ പഠിപ്പിച്ചായിരുന്നു നിങ്ങളെ. 3 -3 4 2 -3 4 0 -1 1 3 -3 4 2 -3 4 3 2 0 3 2 -3 -3 -1 3 -3 -3 കട്ടായി പോവും. എഴുതിയേക്കും ശരിയല്ലെന്ന് നോക്കണം. 3 -3 4 2 -3 4 0 -1 1 3 -3 4 2 -3 4 3 2 0 3 2 -3 -2 sorry -3 -3 -1 -3 -3 -3 minus -4 1 കിട്ടും. -4 -1 into 4 -4 plus 3 -1 -12 -12 0 4 into 0 -2 -2 3 minus 0 0 8 minus 12 -4 -2 0 minus 3 3 -9 plus 6 -9 plus 6 അല്ലേ. -9 plus 6 എന്ന് പറയുന്നത് -3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് കിട്ടുന്നത്. നിങ്ങൾ ഇനി എ ഇൻറ്റു എ ചെയ്താൽ നമുക്ക് എ ഇൻവേഴ്സിനോട് ഇക്വലൻ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.